ഗ്രഹനിലയിലെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് എത്ര വലിയ ചക്രവർത്തി കുടുംബത്തിൽ ജനിച്ചാലും ശകടയോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ വരുന്ന യോഗം. കാളവണ്ടി ചക്രം പോലെ അതിൻ്റെ ഒരു ആക്സിൽ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ കയറി ഇറങ്ങിയും വരും. ഉയർച്ചയും പതനവും 3 പ്രാവശ്യം വരുമ്പോൾ അയാൾ തീർന്നു പോകും. ഇനി ഒരു ബാല്യമില്ലാതെ വരും. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ. അതുപോലെ തന്നെ കേമദ്രുമ യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. ചന്ദ്രന്റെ 12-ലും 2-ലും ഗ്രഹം ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ വന്നാൽ ചക്രവർത്തി കുടുംബത്തിൽ ജനിച്ചാലും യാചിക്കേണ്ടി വരും ഭക്ഷണത്തിനോ പൈസക്കോ. അപ്പൊ അത് ഈ ജനന സമയത്തിന്റെ വിശേഷം അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഗജകേസരി യോഗം, പഞ്ചമഹാപുരുഷ യോഗം, ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ജനിക്കുന്ന ഗ്രഹനിലയിൽ നല്ല യോഗമുള്ള സമയത്താണ് ജനിക്കുന്നതെങ്കിൽ അയാളെ ഇതൊന്നും ബാധിക്കില്ല. എല്ലാത്തിനെയും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഭാഗ്യമുള്ളവൻ പാറപ്പുറത്തിരുന്നാൽ മതി എന്നല്ലേ? അല്ലേ? ആണ്.